ഹായ്, ഇന്ന് അധ്യാപന ദിനമാണല്ലേ. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ CCയുടെ പേരിൽ അധ്യാപന ദിന ആശംസകൾ നേരെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ CCയിലുള്ള കുറച്ച് അധ്യാപകരോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. വാ. അധ്യാപക ദിനമൊക്കെ ആണല്ലോ. അപ്പം CCയിൽ സാറിന് ഇഷ്ടപ്പെടുന്ന ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്. അപ്പം സാറിൻ്റെ അധ്യാപന ജീവിതത്തിൽ സാറിൻ്റെ റോൾ മോഡൽ ആരായിരുന്നു? റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ അധ്യാപക ജീവിതത്തിലില്ല. വളരെ അപ്രതീക്ഷിതമായിട്ടൊരു 18ാമത്തെ വയസ്സിലാണ് ഒരു CBSE സ്കൂളിൽ അധ്യാപനമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധ്യാപനത്തിൽ അങ്ങനെ റോൾ മോഡലായിട്ട് ആരുമില്ല. ചെറുപ്പം മുതൽ ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. ആ ഒരു കഴിവിൻ്റെ പുറത്ത് അധ്യാപനമായത്. അതിൽ പിന്നെ ഏറ്റവും കൂടുതൽ റോൾ മോഡൽ എന്ന് പറയുന്നത് പപ്പ തന്നെയായിരുന്നു എൻ്റെ റോൾ മോഡലായിട്ടുണ്ടായിരുന്നതെന്ന് പറയാൻ വേണ്ടി. അച്ഛൻ അധ്യാപകനായിരുന്നു? അല്ല, അധ്യാപനമൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഫോട്ടോഗ്രാഫറായിരുന്നു. പിന്നീട് മറ്റ് ജോലികളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പപ്പ എന്നെ പോലെ എപ്പോഴും എഴുതാറുണ്ടായിരുന്നു, വായിക്കാറുണ്ടായിരുന്നു. നന്നായി വായിക്കുന്ന ആൾ, നന്നായി സംസാരിക്കുന്ന ആളായിരുന്നു. സോ എന്തൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ പപ്പയുടെ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. സോ അതാണ് ഒരുപക്ഷെ ഒരു അധ്യാപനം. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അധ്യാപന മേഖലയിലേക്ക് എത്തുന്നത് ചെറുപ്പത്തിൽ. അപ്പോൾ അതുകൊണ്ട് അധ്യാപനത്തിൽ റോൾ മോഡലില്ല. പക്ഷേ പിന്നീട് അധ്യാപനം ഒരു പാഷനായി മാറുകയും പിന്നെ അത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആശാ മിസ്, ഹായ്. മിസ്സിൻ്റെ അധ്യാപന ജീവിതത്തിൽ മിസ്സിന് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യാവോ? ഒരുപാട് കാര്യമുണ്ട്. അതായത് ഇപ്പോൾ കുറച്ച് 14 വർഷമായല്ലോ, എങ്കിലും ഫസ്റ്റ് ക്ലാസ് ഇപ്പോഴും ഭയങ്കര പേടിയോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ ശേഷം കുട്ടികൾ കാണാൻ വരുന്നത്. അങ്ങനെ എന്നെ ഏറ്റവും സർപ്രൈസ് ചെയ്യുന്ന ചിലവരുണ്ട്. അവർ ഈ രാത്രിയിലൊക്കെ വളരെ ദൂരെ, നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ വന്ന ഒരാളാണ് ലീന. ഒരു ദിവസം ഒരു രാത്രിയിൽ, അത് ഞാൻ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്താണ്. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നതേ ഇല്ല ഈ ആളെന്നെ കാണാൻ വരുമെന്ന്. പക്ഷേ ഫസ്റ്റ് സാലറി കിട്ടിയെന്ന് രാത്രിയിൽ ഏകദേശം എനിക്കൊരു 10-11 മണിയായപ്പോഴത്തേക്ക് പുള്ളിക്കാരി സാലറിയും ഒരു ജോഡി ഡ്രസ്സും ഒക്കെ ആയിട്ട് വന്നു. അപ്പം ഞാൻ അന്ന് ഒന്നാമതെൻ്റെ ആരോഗ്യമൊക്കെ വളരെ ഇതായിട്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ അയാളെ കണ്ടപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും അങ്ങനൊരു മൊമെൻ്റ് കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ആ ഒരു സ്ട്രെസ്സും കുഞ്ഞുണ്ടായതിന് ശേഷമുള്ള ആ ഒരു സ്ട്രെസ്സും അതൊക്കെ മാറി വളരെ ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. പെട്ടെന്ന് മനസ്സിൽ വരുന്നത് അതാണ്. പക്ഷെ കഴിഞ്ഞൊരു ദിവസം പോലും യാത്ര ചെയ്തപ്പം ഞാൻ പറഞ്ഞില്ല, സിംഗപ്പൂർ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം പോലും നമ്മളെ കുട്ടികൾ തിരിച്ചറിയുന്നു. ഇതൊക്കെ എല്ലാം എന്താ, ടീച്ചർ ആയതുകൊണ്ട് അഡ്വാൻറ്റേജ് അല്ലാതൊന്നുമില്ല. എല്ലാം ഭയങ്കര സന്തോഷകരമായ കാര്യങ്ങളാണ് ലൈഫിലുണ്ടാകുന്ന എല്ലാം. ശില്പ മിസ്സിൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ നന്നായി പഠിക്കുന്ന കുട്ടികൾ, പഠിക്കാത്ത കുട്ടികൾ എന്നുള്ളൊരു വേർതിരിവ് മിസ്സിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഒരു 10ാം ക്ലാസ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് നല്ല പോലെ പഠിക്കുന്ന കുട്ടികളെ മുൻനിരയിലിരുത്തുക, അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ആക്ടിവിറ്റികളിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള ഇൻസിഡൻസൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മൾ ചിന്തിച്ച ഒരു കാര്യമാണ് ഒരു അധ്യാപകൻ എങ്ങനെ ആകണം എന്നുള്ള കാര്യവും ഒരു അധ്യാപകൻ എങ്ങനെ ആകരുത് എന്നുള്ള കാര്യം. അപ്പം നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഈ ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യവും അത് തന്നെയാണ്. ഒരിക്കലും നമ്മൾ എങ്ങനെയാണ് ഒരു അധ്യാപകൻ ആകാൻ പാടില്ലാത്തത് എന്ന് ഒരുപാട് കണ്ടതായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും വരരുത്. നമ്മൾ പുറകിലുള്ള കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ തന്നെ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അത് പല കുട്ടികളുടെയും സ്നേഹം കാണുമ്പോൾ, റിസൾട്ടൊക്കെ വന്നപ്പോൾ നമുക്ക് കേട്ടിട്ടായാലും LPUP ആയാലും റിസൾട്ടൊക്കെ വന്നിട്ട് കുട്ടികൾ വിളിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് അവരൊക്കെ എത്ര താഴെ നിന്നാണ് നമ്മൾ ഉയർത്തി മുന്നോട്ട് കൊണ്ടുവന്നേ എന്നുള്ള കാര്യം. അതാലോചിക്കുമ്പോൾ നല്ല സന്തോഷം തോന്നാറുണ്ട്. ഇപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യവും അത് തന്നെയാണ്. ഒരു അധ്യാപകൻ എങ്ങനെ ആകരുത് എന്ന് പഠിപ്പിച്ചു തന്ന ആ ഒരു പാഠം ഉൾക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും അധ്യാപനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഹായ് അജയ് സാർ. സാറിൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ സാറിന് അമ്മയെപ്പോലെ ഫീൽ ചെയ്തിട്ടുള്ളൊരു അധ്യാപിക ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ അനുഭവത്തെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യാവോ? സ്കൂളിൽ പഠിക്കുമ്പോൾ അമ്മയെപ്പോലെ തോന്നിയിട്ടുള്ള കുറേ അധ്യാപികമാരുണ്ട്. ആദ്യമായിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ, LKGയിൽ ചെല്ലുമ്പോൾ സൂസമ്മ ടീച്ചറായിരുന്നു ക്ലാസ് ടീച്ചർ. അപ്പോൾ ടീച്ചറുടെ മുഖമാണ് സ്കൂളെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്ന സൂസമ്മ ടീച്ചറിൻ്റെ ഫേസാണ്. അപ്പോൾ ആദ്യമായിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ എല്ലാ പിള്ളേരെയും പോലെ കുറച്ച് കരച്ചിലും വിഷമവും ടെൻഷനും ഒക്കെ ആയിരുന്നു. അപ്പോൾ പതിയെ ടീച്ചർ നമ്മളെ അമ്മ എങ്ങനെയാണോ നമ്മളോട് പെരുമാറുന്നത് അതുപോലെ നമ്മളെ ഭയങ്കരമായിട്ട് കെയറൊക്കെ ചെയ്ത് പിന്നെ ഒരു സ്കൂളിൽ പോകുന്ന ഇൻട്രസ്റ്റ് കൂടി വന്നു. അപ്പം ആദ്യത്തെ ഓർമ്മ സൂസമ്മ ടീച്ചറിൻ്റെ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ 4ാം ക്ലാസ്സിൽ ഗ്രേസി ടീച്ചർ ഉണ്ടായിരുന്നു, ക്ലാസ് ടീച്ചറായിരുന്നു. പിന്നെ ലില്ലിക്കുട്ടി ടീച്ചർ, 10th ക്ലാസ് ടീച്ചറായിരുന്ന മിനിക്കുട്ടി ടീച്ചർ. ഇവരൊക്കെ നമുക്ക് അമ്മയെപ്പോലെ തന്നെയായിരുന്നു. അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും എൻകറേജ് ചെയ്യുകയും
പഠിത്തത്തിലാണെങ്കിലും മൊത്തത്തിലും എല്ലാ കാര്യങ്ങളും പറഞ്ഞൊക്കെ തരും, ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ടീച്ചേഴ്സ് ഉണ്ട്. പെട്ടെന്ന് ഈ ടീച്ചേഴ്സിൻ്റെ പേരൊക്കെയാണ് ഓർമ്മയിലേക്ക് വരുന്നത്. ഹായ് അഞ്ജു മിസ്സേ, അധ്യാപന ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ക്ഷമയും അതുപോലെ നോളജും ഒക്കെയാണല്ലോ. ഇത് കൂടാതെ ഫിസിക്കൽ അപ്പിയറൻസിന് എന്തെങ്കിലും ഒരു പ്രാധാന്യം അധ്യാപന ജീവിതത്തിൽ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഫിസിക്കൽ അപ്പിയറൻസിന് ടീച്ചിങ്ങിലേക്ക് വരുമ്പോൾ പ്രാധാന്യം ശരിക്കുമില്ല. പലപ്പോഴും ഒരു ടീച്ചറിൻ്റെ ടീച്ചിങ് സ്കില്ല്, ഇൻട്രാക്ഷൻ, കുട്ടികളോടുള്ള ഇൻട്രാക്ഷൻ, കമ്മ്യൂണിക്കേഷൻ, സബ്ജക്റ്റ് നോളജ്, ഇതൊക്കെയാണ് ഏറ്റവും നന്നായി വേണ്ടത്. പക്ഷേ ഈ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ പേരിൽ തന്നെ പലപ്പോഴും നല്ല ടാലൻ്റുള്ള ടീച്ചേഴ്സിന് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നും ഇങ്ങനൊരു കാര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറേണ്ട സമയമായി മാറട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. ഹായ് ശ്രീയല മിസ്സ്, സി സിയിൽ ഒത്തിരി നാളായിട്ട് അധ്യാപികയായിട്ടിരിക്കുന്ന ഒരാളാണല്ലോ മിസ്സ്. അപ്പം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, അധ്യാപനത്തിന് വേണ്ടിയിട്ട് അധ്യാപകരായവരുണ്ട്. അപ്പം ഓൺലൈനായിട്ട് അധ്യാപനം നടത്തുന്നതിൽ മിസ്സിന് സന്തോഷകരമായിട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു അനുഭവങ്ങൾ പങ്കുവെക്കാമോ? ഒരുപാട് അനുഭവമുണ്ട്. അതിലിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് അല്ലേ. അപ്പം സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ള സമയത്തെന്ന് പറഞ്ഞാൽ അധ്യാപകരെ നമുക്കറിയാം, നമ്മളെ അധ്യാപകർക്കും അറിയാം. അവിടെ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഇവിടെ. നമുക്ക് കുട്ടികൾക്ക് നമ്മളെ അറിയാം, പക്ഷെ നമ്മൾ പലപ്പോഴും കുട്ടികളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാറില്ല അല്ലേ. അപ്പോൾ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു നല്ലൊരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ എവിടെ പോയാലും, അതിപ്പോൾ ഒരു ചെറിയൊരു മാർജിൻ ഫ്രീ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ ലുലു മോൾ ആയിക്കോട്ടെ, എവിടെ പോയാലും കുറച്ച് കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ഒരു എന്തൂസിയാസത്തോടു കൂടി മിസ്സേന്ന് വിളിച്ച് ഓടി വരും. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ സ്റ്റുഡൻസ് ആണ്, അവർക്ക് വേണമെങ്കിൽ കാണാത്ത മട്ടിൽ പോകാമായിരുന്നു അല്ലേ. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരുപാട് സന്തോഷം പെട്ടെന്ന് കിട്ടുന്നൊരു അനുഭവമാണ് അല്ലേ. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ്. എവിടെ പോയാലും അങ്ങനെ ഒരു പ്രസൻസ് എപ്പോഴും കിട്ടാറുണ്ട്. അത് തന്നെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. ആ മൊമെൻറ്റിൽ നമ്മൾ ഫീൽ ചെയ്യുന്നൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ സന്തോഷം, അത് ഭയങ്കര വലുതാണ്.